നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 നവംബർ മാസം 15-ാം തീയതി 1200 ആണ്ട് തുലാമാസം 30-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്നതല്ല. പക്ഷേ ഇന്നത്തെ ദിവസം പൗർണമിയാണ്. പൗർണമിക്ക് ഒരു പ്രത്യേകതയുള്ള മാസത്തിൽ ഒരു ദിവസമേ പൗർണമിയുള്ളൂ. എന്തൊക്കെ നക്ഷത്രം കൊള്ളൂല എങ്കിൽ പോലും പൗർണമിക്ക് പ്രത്യേക പവറുണ്ട്. പൗർണമി ദിവസം പ്രകാശം കൂടുതലാണ്. എന്ത് ദോഷത്തെയും മാറ്റിമറിക്കാനുള്ള ശക്തി പൗർണമിക്കുണ്ട്. ചന്ദ്രൻ പൂർണ്ണതയിൽ നിൽക്കുന്ന സമയമാണ് പൗർണമി ദിവസം. അപ്പോൾ ചന്ദ്രനെ ആൾക്കാർ നിസ്സാരമായി കാണുമെങ്കിലും ഭൂമിയിലെ 2/3 ഭാഗമുള്ള കടലിനെ വലിച്ച് കയറ്റി ഗ്രഹണം അല്ലെങ്കിൽ വേലിയിറക്കം ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് ചന്ദ്രനും. അത്ര പവർഫുള്ളായിട്ടുള്ള ഗ്രഹമാണ് ചന്ദ്രൻ. അദ്ദേഹം അന്ന് പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായ ദിവസം തന്നെയാണ്. അതിലുപരി ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കഷ്ടകാല സമയമാണ് എങ്കിൽ പോലും നമുക്ക് ഓരോ ദശയ്ക്കനുസരിച്ച് നല്ലതും ചീത്തയൊക്കെ വന്നുകൊണ്ടിരിക്കും. പ്രായത്തിന് അനുസരിച്ച് ദശയിൽ ചേഞ്ച് വരും. പക്ഷേ അതിനെയെല്ലാം അതിജീവിച്ച് കൊണ്ടുപോകാനുള്ള ശക്തിയുണ്ട് പൗർണമിക്ക്. ഇന്നത്തെ ആ പ്രകാശം, പൂർണ്ണചന്ദ്രൻ്റെ പ്രകാശം പതിച്ചിരിക്കുന്ന ഈ കാലയളവ് നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ അവസ്ഥകൾ ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സന്തോഷപ്രദമായ വർഷമാണ് കിട്ടിയിരിക്കുന്നു എന്നറിയുക. നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയിക്കും, പ്രകാശിക്കും. അപ്പോൾ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. സമാധാനം കിട്ടും. രോഗായുദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് പൗർണമിയുടെ ബന്ധം കൊണ്ട് പ്രകാശം വരും, ആരോഗ്യം തിരിച്ചു കിട്ടും. ഇതൊക്കെ വരുന്ന കാലഘട്ടമാണ് നിങ്ങൾക്കെന്നറിയുക. ഇന്നത്തെ ദിവസവും നല്ല ദിവസമാണ്, പൗർണമി ദിവസമാണ് എങ്കിൽ പോലും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുവിന് പ്രാധാന്യം കൊടുക്കണം. രാഹുവിൻ്റെ ബന്ധം നിൽക്കുന്ന സമയം ഒഴിവാക്കണം. രാഹു 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും 10:42 തുടങ്ങുകയുള്ളൂ. 10:42 തുടങ്ങുകയുള്ളൂ. 12 മണി 9 മിനിറ്റ് വരെ രാഹുകാല സമയമുണ്ട്. ഈ സമയം യാത്രയ്ക്ക് ബാധകമല്ല. യാത്രയ്ക്ക് എടുക്കാൻ പാടില്ല. യാത്രയ്ക്കാണ് രാഹുകാലം നോക്കേണ്ടത്, വേറെ ഒന്നിനും ബാധകമല്ല. അതുപോലെ യമകണ്ഠ കാല സമയവും ഗുളിക കാല സമയവും ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല. ഇന്ന് യമകണ്ഠ കാല സമയം വരുന്നത് ജാതക പ്രകാരം 3 മണി മുതൽ 4:30 വരെയും ഗുളിക കാല സമയം വരുന്നത് 7:46 9 തൊട്ട് 9:16 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കുക. അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:45 തൊട്ട് 12:33 വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട്. നല്ല സമയമാണ്. എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. അല്ലെങ്കിൽ ഇന്ന് ശുഭപ്രദമായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ കുറച്ചുകൂടി നല്ല സമയമാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. അതുപോലെ ഇന്ന് പൗർണമിയാണ്. സന്തോഷപ്രദമായ ദിവസമാണ്. ഏറ്റവും പോസിറ്റീവ് എനർജിയുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ വസ്ത്രധാരണം നടത്തുമ്പോൾ ചുവന്ന കളറിലുള്ള വസ്ത്രം കൂടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അല്ലെങ്കിൽ കുങ്കുമം നെറ്റി തൊടുന്നവരാണെങ്കിൽ തൊടുക. ഇതൊക്കെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി കൂട്ടാൻ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ പൗർണമി ദിനത്തിൽ എല്ലാവരും പ്രകാശപൂരിതമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.